നിങ്ങളുടെ തകർന്ന ജീവിതത്തെ പണിയാൻ ദൈവത്തിന് കഴിയും. എവിടൊക്കെയോ തകർന്നു കിടക്കുന്ന പല നിലകളിലുള്ള തകർച്ചകളെ, അതിനെ പണിത് പൂർണ്ണ രൂപത്തിലേക്ക് ഒരുമിച്ച് തകർച്ചയെ മാറ്റുന്ന ദൈവപ്രവൃത്തി ആത്മാവിലൊന്ന് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് പകലിടയാകട്ടെ. എത്ര വലിയ ദൈവമാണ്! ഞാൻ നോക്കുമ്പോൾ ഇവിടെ ദൈവത്തിന് ആരുടെയും സഹായം വേണ്ട, ഒരു മെഡിക്കൽ സയൻസിൻ്റെയും സപ്പോർട്ട് വേണ്ട, ഒരു ഡോക്ടറുടെയും സപ്പോർട്ട് വേണ്ട. ദൈവത്തിൻ്റെ ഒരു രോഗത്തിൻ്റെ മേൽ സൗഖ്യം നൽകണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ദൈവത്തിന് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചാൽ അത് ദൃശ്യരൂപത്തിൽ കൊണ്ടുവരാൻ സർവശക്തന് സാധ്യമാണ്. സൃഷ്ടിക്കുന്ന ദൈവം. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ തകർന്ന ജീവിതത്തെ പണിയാൻ ദൈവത്തിന് കഴിയും. എവിടൊക്കെയോ തകർന്നു കിടക്കുന്ന പല നിലകളിലുള്ള തകർച്ചകളെ, അതിനെ പണിത് പൂർണ്ണ രൂപത്തിലേക്ക് ഒരുമിച്ച് തകർച്ചയെ മാറ്റുന്ന ദൈവപ്രവൃത്തി ആത്മാവിലൊന്ന് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് പകലിടയാകട്ടെ. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ഇല്ലാത്ത ചിലത് ഉണ്ടായി വരുമെന്ന്? തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ പണിയപ്പെട്ടു വരുന്നത് ദൃശ്യരൂപത്തിൽ കാണപ്പെടത്തക്ക നിലകളിൽ ദൈവം ചിലത് ക്രമീകരിക്കും. ഈ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. കാര്യം തകർന്ന ജീവിതങ്ങളെ പണിയട്ടെ ദൈവം. പിശാച് വരുന്നത് തകർക്കാനാണ്, പക്ഷേ യേശു വരുന്നതല്ല, വന്നത് ജീവിതത്തെ പണിയാനാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങൾ തകർന്ന ജീവിതവുമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പടകിൽ ഒരുവനുണ്ട്, കർത്താവായ യേശു. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ് അവൻ ചിലത് സൃഷ്ടിക്കും. പടകിൽ യാത്ര ചെയ്തു കൊണ്ടുപോകുന്ന ശിഷ്യന്മാര്, കർത്താവായ യേശു പടകിലുണ്ട്. വളരെയധികം പ്രശ്നങ്ങൾ രൂക്ഷമായി പടകിന് നേരെ കാറ്റടിച്ചു. വെള്ളത്തിൻ്റെ കോപം വളരെയധികമുണ്ടായി. പടകിൽ നിറയുകയാണ്. വെള്ളം ഇങ്ങനെ നിറഞ്ഞ് പടകിപ്പോൾ മുങ്ങിപ്പോകുമെന്ന് പറയുന്ന കാഴ്ച, തകർച്ചയുടെ അനുഭവമാണ് മുൻപിൽ കാണുന്നത്. സ്തോത്രം. പക്ഷേ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് എഴുന്നേറ്റ് ആമേൻ ശക്തമായി വന്ന കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ചപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് ദൃശ്യമായി. കാരണം അവിടെ ശാന്തത വന്നു. ഹല്ലേലൂയ, ആമേൻ. വീടിന് നേരെ അടിക്കുന്ന കാറ്റിനെ ശാന്തമാക്കാൻ, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന കാറ്റിനെ ശാന്തമാക്കാൻ സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് സാധ്യമാണ്. ദൈവം അങ്ങനെ ചില പ്രവർത്തികൾ ഇനിയും ചെയ്യും.